നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. 43 വർഷത്തിനിടക്ക് ജോയൻ ഗാംബർട്ട് ട്രോഫിയിൽ ബാഴ്സലോണ ഇത്തരത്തിൽ തകർന്നടിയുന്നത് ആദ്യമായിട്ടാണ്. മൊണോക്കോ ഏകപക്ഷീയമായ 3 ഗോളുകൾക്കാണ് ബാഴ്സയെ തോൽപ്പിച്ചത്. ബാഴ്സയുടെ മൈതാനത്ത് അവരുടെ ടീമിനെ പ്രസന്റ് ചെയ്തതിന് ശേഷം നടന്ന കളി നമുക്കറിയാം. ട്രഡീഷണലി അത് അങ്ങനെയാണ്. ബാഴ്സയുടെ സീസൺ കർട്ടൻ റൈസറാണ് ജോയൻ ഗാംബർട്ട് ട്രോഫി. അവരുടെ അടുത്ത സീസണിലേക്കുള്ള ടീമിനെ ആരാധകർക്ക് മുന്നിൽ അവതരിപ്പിക്കും, പിന്നെ കളിക്കും. കളി ഏകപക്ഷീയമായ 3 ഗോളുകൾക്ക് തോറ്റപ്പോ 1981 ശേഷം അവര് ഇങ്ങനെ തോൽക്കുന്നത് ആദ്യമായിട്ടാണ്. ഒറ്റ കൃത്യമായിട്ട് അതിന്റെ കണക്ക് രേഖപ്പെടുന്നു. ബാഴ്സ ഹാവ് ലോസ്റ്റ് എ ജോയൻ ഗാംബർട്ട് ട്രോഫി ഫൈനൽ by a difference of at least 3 goals and without scoring for the first time since 1981. 1981 കൊലോഗ്നയുടെ ഏകപക്ഷീയമായ 4 ഗോളിന് തോറ്റിരുന്നു. അതിനുശേഷം 3 ഗോള് വഴങ്ങുകയും 1 ഗോള് തിരികെ അടിക്കുക പോലും ചെയ്യാതെ ബാഴ്സലോണ തോൽക്കുന്നത് ഇത് ആദ്യമായിട്ടാണ്. 43 വർഷങ്ങൾക്ക് ശേഷം ബാഴ്സ ഇങ്ങനെ പൊട്ടിത്തകർന്നപ്പോൾ ആരാധകർക്ക് അത് സഹിച്ചില്ല. അവർ 2 ഗോളിന് ബാഴ്സ പുറകിലായപ്പോൾ തന്നെ കൂവിളിക്കാൻ തുടങ്ങി. അത് വലിയ വാർത്തയായി മാറിയിട്ടുമുണ്ട്. എന്തായാലും അതിനുശേഷം 1 ഗോള് കൂടി വഴങ്ങി ഏകപക്ഷീയമായ 3 ഗോളിന് തോൽവിയാണ് അവർ ഏറ്റുവാങ്ങിയത്. ആരാധകർ നിരാശരാണ്. അതിന്റെ ഭാഗം തന്നെയാണ് ടീമിനെ കൂവി വിളിക്കുന്നത്. ഹാൻസി ഫ്ലിക്ക് കളിക്ക് ശേഷം പറഞ്ഞത്, തീർച്ചയായിട്ടും ഇന്ന് നമ്മുടെ ദിവസമായിരുന്നില്ല. മികച്ച കളി പുറത്തെടുക്കാൻ ഈ ടീമിന് കഴിയുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. സീസണിൽ അത് കാണാൻ കഴിയുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതേസമയം പാവ് വിക്ടർ കളിക്ക് ശേഷം പറഞ്ഞത്, ഇതൊരു പ്രീ സീസൺ മാച്ച് മാത്രമല്ലേ, നമ്മൾ ഇതിന്റെ റിസൾട്ട് പരിഗണിക്കേണ്ടതില്ല, പക്ഷെ കളിയെയാണ് നമ്മൾ നോക്കേണ്ടത്. ഫസ്റ്റ് ഹാഫിൽ ഞങ്ങൾ മികച്ച രൂപത്തിലായിരുന്നില്ല. സെക്കൻഡ് ഹാഫിൽ 3 ഗോളുകൾ ഞങ്ങൾ വഴങ്ങിയെങ്കിലും റിതം ഉണ്ടായിരുന്നു, ടീമിന് കൂടുതൽ റിതം ഉണ്ടായിരുന്നു. നന്നായിട്ട് നമ്മൾ കളിച്ചിട്ടുമുണ്ട്. എന്തായാലും അടുത്ത മത്സരം ലാലിഗയിൽ വലൻസിയക്കെതിരെ കളിക്കുക, അതാണ് കോമ്പീറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഇപ്പോഴത്തെ പ്രയോറിറ്റി എന്നുകൂടി പാവ് വിക്ടർ പറയുന്നത്. എന്തായാലും ഇത് വെറും ഒരു പ്രീ സീസൺ ഫ്രണ്ട്ലി ആണ്. ആ അർത്ഥത്തിൽ അതിന്റെ റിസൾട്ട് എടുത്താൽ മതി എന്നതാണ് യാഥാർത്ഥ്യം. പക്ഷെ ആരാധകര് ജോയൻ ഗാംബർട്ട് ട്രോഫിയിലെ റിസൾട്ട് അങ്ങനെയല്ല എടുക്കുക എന്നുള്ളതാണ് ആ കൂവൽ വ്യക്തമാക്കിയത്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കൊണ്ടുവെത്താം.